ചേട്ടാ തന്തവൈവായി തുടങ്ങി. ചേട്ടൻ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുമ്പോ ഉണ്ടല്ലോ കാളിദാസിന്റെ ചെറിയൊരു കട്ടുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാ? അല്ലേട്ടാ ശരിക്കും സിനിമയാണ്. എന്റെ ചിറകൊന്ന് വിരിച്ചോട്ടെ. ധർമ്മേട്ടൻ അങ്ങനത്തെ ഒരു പോസിറ്റീവ് ഒരാൾ. ധർമ്മേട്ടനോട് ഒരു 5 മിനിറ്റ് ഇരുന്നാൽ നമുക്ക് ഒരു അവിടെ ധർമ്മേട്ടൻ എനിക്ക് പോയിട്ട് ഒരു 10 മിനിറ്റ് ഒക്കെ ചിരിക്കാനുള്ള സാധനം ഉണ്ടാവും. എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരു ആഘോഷ ഉത്സവകാലം എന്ന് പറയില്ലേ, ഇപ്പൊ അടുത്തിട്ട് ഉത്സവകാലം തുടങ്ങി. ഉത്സവം ഒരു 1.5 ഉത്സവമായിരിക്കും. ചേട്ടൻ എപ്പോഴും ഭയങ്കര ഒതുങ്ങി നിൽക്കുന്ന ഒരാളാണ്. അധികം എന്താ പറയാ, ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഭയങ്കര പാർട്ടികളും പരിപാടികളും അങ്ങനെ ഒന്നും പോവാതെ വീട്ടില് ടൈം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇഷ്ടമൊക്കെ ഞാൻ കുറെ ആയിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്നു. ഇനിയിപ്പോ കുറച്ചു കാലം ചേട്ടാ തന്തവൈവായി തുടങ്ങി. ഓക്കെ, ഇപ്പൊ ഒരുപാട് റിവ്യൂസും കാര്യങ്ങളും ഒക്കെ വരാറുണ്ടല്ലോ. ചിലപ്പോ ഒക്കെ നല്ല സിനിമയൊക്കെ ആണെങ്കിലും നെഗറ്റീവ് റിവ്യൂസ് പറഞ്ഞാൽ അവർക്കൊന്ന് ഫേമസ് ആവാം എന്നുള്ള രീതിയിൽ ആളുകൾ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ മാർക്കോ എന്ന് പറഞ്ഞൊരു ഫിലിം, നല്ലൊരു സിനിമയാണ്. എന്റെ ചിറകൊന്ന് വിരിച്ചോട്ടെ. ഓക്കെ, മാർക്കോ എന്ന് പറഞ്ഞ ഒരു സിനിമ ഒരുപാട് പോസിറ്റീവ് റിവ്യൂസ് വന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഈ ഒരു സിനിമയ്ക്കെതിരെ ഒരു ഇൻഫ്ലുവൻസർ ഇതുപോലെ നെഗറ്റീവ് ഇത് പറഞ്ഞപ്പോഴേക്കും അതിന് ഉണ്ണിമുകുന്ദൻ ഒരു മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു റിവ്യൂസ് ഇങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ ഒരു നെഗറ്റീവ് ഷെയ്ഡ് വരുത്തിക്കാം എന്നുള്ള രീതിയിൽ വിചാരിക്കുന്ന ആളുകളുണ്ടല്ലോ. ചേട്ടൻ ആ ഒരു കാര്യം കണ്ടിട്ട് ചേട്ടൻ എന്താ ഫീൽ ചെയ്യണം? അതിനുള്ള ഉത്തരം ഞാൻ കൊടുത്തിട്ടുണ്ട്. ചേട്ടനും ഞാൻ കൊടുക്കേണ്ട കാര്യം അല്ല, കൊടുക്കണ്ട. ഞാൻ ചോദിച്ചത് എന്താ വെച്ചാല് അവൻക്ക് കിട്ടുന്നത് അവൻ കൊടുത്തോളൂ. ചേട്ടാ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ചേട്ടനപ്പോൾ ഈ നെഗറ്റീവ് റിവ്യൂസിന്റെ ഇത് വരുമ്പോഴേക്കും ഒരു നല്ലൊരു സിനിമയിൽ ഭാഗമാവുന്ന ആൾക്കാർ തന്നെ നമുക്കറിയാവുന്ന കാര്യമല്ല. ആരായാലും ഇപ്പൊ ഒരാൾ മാത്രമല്ല, ആരായാലും ഒരു കഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നോക്കുമ്പോൾ അതിനെ മോശപ്പെട്ട രീതിയിലേക്ക് കാണിക്കുന്ന രീതിയിൽ സംസാരിക്കാന്ന് പറഞ്ഞാൽ ശരിയല്ല. അതൊരാളുടെ കരിയറിനെ മാത്രമല്ല, ഒരു കൂട്ടം ആളുകളുടെ കരിയറിനെയാണ് നശിപ്പിച്ചുള്ളത്. ശരിയല്ല. അത് ഒരു എന്താ പറയുക, ഒരു വൈറസ് മനഃപൂർവ്വം അങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. അത് ശരിയല്ല. അതൊരു വൈറസാന്ന് എപ്പോഴും പറയണം. അങ്ങനെയുള്ള ഇപ്പൊ റിവ്യൂസിന്റെ കാര്യത്തിൽ ഒരു നിയമവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. 7 ദിവസം കഴിഞ്ഞിട്ട് ഇടാൻ പാടുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ആളുകൾ പാലിക്കണോ കാര്യങ്ങളൊന്നും ഇല്ല. ശരിക്കും അതിനകത്തൊരു നിയമവും കാര്യങ്ങളും വരേണ്ടതുണ്ടോ? ഇത് നമ്മളല്ല തീരുമാനിക്കുന്നത്. നമ്മളുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ നമ്മൾ ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്ന് ആഗ്രഹിച്ചിട്ട് ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇതിനൊരു തീരുമാനം എടുത്ത് ഇതിന് വേണ്ട നിയമ നടപടികൾ എടുത്തു കഴിഞ്ഞാൽ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാകും. അല്ലാതെ നമ്മളിപ്പോൾ ഇരുന്ന് സംസാരിച്ചിട്ടോ എൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടോ ഒന്നും ഇതിനകത്ത് രക്ഷ ഉണ്ടാകാൻ പോകില്ല. എന്നാലും പറയാലോ. ഇപ്പോൾ ആട് 3 വരാൻ പോവാണ് അല്ലേ? അതിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളും എന്താ? ആട് ഈ വർഷം ഷൂട്ടുണ്ടെന്നാണ് മിഥുൻ പറഞ്ഞത്. അതിനകത്ത് ക്യാരക്ടർ ഉണ്ടല്ലോ, ഇത് അല്ലേ, കൃഷ്ണമന്ദാരം. ആ ഒരു ക്യാരക്ടർ ചെയ്തപ്പോ എങ്ങനെയായിരുന്നു? എന്താ പറയാ, ഇത് ഇതിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കണം, മറന്നു പോകാറുണ്ടായിരുന്നു? മറന്നുകൊണ്ടല്ല, അത് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എൻ്റെ അമ്മച്ചിയുടെ ചേച്ചിയുടെ മോനുണ്ട്. പുള്ളിക്കാരൻ ഇങ്ങനെ ചെറുപ്പം തൊട്ടേ ഭയങ്കര ജലദോഷമുള്ള ഒരാളാണ്. പുള്ളി ഇങ്ങനെ വലിച്ച് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ നടക്കുമ്പോൾ അതേ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അറിയാണ്ട് ഇങ്ങനെ വന്നു പോകും. അങ്ങനെ പുള്ളിക്കാരൻ പ്രായമായി കഴിഞ്ഞിട്ട് മൂപ്പർക്ക് ഈ സാധനമുണ്ട്. സംസാരിക്കുമ്പോൾ അറിയാണ്ട് പുള്ളിക്കാരൻ ഈ മൂക്കിലിരിക്കുന്നത് പുള്ളിക്കാരൻ തോന്നലുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അതിങ്ങനെ പുള്ളിക്കാരൻ സംസാരിക്കുമ്പോൾ വരും. അത് ഞാൻ അവിടെ തിരിച്ച. ഓ, അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണിക്കാൻ അപ്പൊ കണ്ടേക്കണോണ്ട് അത് അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല? ആ ബുദ്ധിമുട്ടൊന്നുമില്ല, നമ്മള് സ്ഥിരം കളിയാക്കണല്ലേ പുള്ളിനെ. ഓ, അതുകൊണ്ട് അത് ഉപകാരപ്പെട്ടു. ചേട്ടൻ കളിയാക്കിയപ്പോ അന്ന് ആലോചിച്ചായിരുന്നു ഞാനും അങ്ങനെ ചെയ്യേണ്ടി വരും. ഇല്ല, അതും ഇതിന്റെ അടുത്ത് ഞാൻ അങ്ങോട്ട് പറഞ്ഞതാണ്. ചെയ്താലോ. അപ്പൊ അതൊരു എന്താ പറയാ, അത് നോട്ടീസ് ചെയ്യുന്ന ഒരു സാധനമായി ശരിക്കും. ആ ഒരു ഗ്യാങ് ശരിക്കും പറഞ്ഞ അടിപൊളിയായിരുന്നില്ല. എല്ലാം ഭയങ്കര ചിരി. ആഘോഷ ഈ പറഞ്ഞ പോലെ തന്നെ മലർവാടി ടീം പോലെ തന്നെ എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരു ആഘോഷ ഉത്സവകാലം എന്ന് പറയില്ല. ഉത്സവകാലം ഇപ്പൊ അടുത്തിട്ട് ഉത്സവകാലം തുടങ്ങി. ഉത്സവം ഒരു 1.5 ഉത്സവമായിരിക്കും. അയ്യോ, എന്തായിരിക്കും ഇതിനകത്ത് നമ്മളിങ്ങനെ എന്താ പറയാ, ചേട്ടാ എന്തെങ്കിലും പറഞ്ഞിട്ടിട്ട് പോയി എന്റെ സമാധാനത്തിൽ. എന്തായാലും നിരാശപ്പെടുത്താൻ സാധ്യത നിരാശപ്പെടുത്തൂല. അതെന്തായാലും ആ ഒരു ഗ്യാങ് എന്തായാലും നമുക്ക് നിരാശപ്പെടുത്തില്ല. ഷാജി പാപ്പൻ ആൻഡ് ടീം നിരാശപ്പെടും. ശരിക്കും പറഞ്ഞാൽ ധർമ്മജൻ ചേട്ടൻ ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് എൻ്റെ പൊന്നെ, നമ്മള് ആള് കട്ടായി നിന്നിട്ടാണ് അതൊക്കെ പറയണത്. നമ്മള് ഇരുന്ന് ചിരിച്ചിരിച്ച് നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ഒരുപാട് നല്ല നല്ല ധർമ്മന്റെ ചേട്ടൻ്റെ ഏറ്റവും കുഴപ്പമെന്ന് ധർമ്മേട്ടൻ എപ്പോഴും ഫോൺ ചെയ്യുന്ന ഒരാൾ. ഇങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ ഫോൺ ഇങ്ങനെ എടുത്ത് ഹലോ ഇങ്ങനെ എടുത്തിട്ട് ഫോൺ നമ്മുടെ ഷോർട്ടിൻ്റെ ഇടയിലൊക്കെ പോയി കട്ട് പറഞ്ഞാൽ അപ്പം തന്നെ പുള്ളി ഫോൺ എടുത്തങ്ങ് പോകും. അതിങ്ങനെ നടന്ന് പോകും. ഈ ഒന്നാമത് ഈ കള്ളിമുണ്ടും ഷർട്ടിലിട്ടാണ്, ആളെ കണ്ടാൽ തിരിച്ചറിയില്ല. ചിലപ്പോൾ ആൾക്കാരുടെ കൂട്ടത്തിലൊക്കെ പോയി ഫോൺ ചെയ്ത് ഇതിനോട് കിടന്ന് അന്വേഷിക്കലേക്ക് അവസാനമായതിനും ഇതിന്
ഒരു വാക്കി ടോക്കിങ് കൊടുത്ത് ഒരു അസിസ്റ്റന്റ് ഡയറക്ടറിന്റെ കൂടെ നിർത്തി. പുള്ളി പോകുമ്പോൾ ആ കൂട്ടത്തിൽ പോകണം. ഒരു ദിവസം നോക്കുമ്പോഴേ ഓട്ടോ വിളിച്ചു തന്നെ അസിസ്റ്റന്റ് ഡയറക്ടറും പുള്ളിയാണ് കൊണ്ടിട്ട് നടന്നു പോയി. സംസാരിച്ച് ആരോടെ സംസാരിക്കണേ? കുറേ ആൾക്കാരുണ്ടല്ലോ, ഇഷ്ടംപോലെ കൂട്ടുകാരുണ്ടല്ലോ, കൂട്ടുകാരോടാണ് കൂട്ടുകാരോട് സംസാരിച്ച് അങ്ങനെ നടന്നുപോയി. ധർമ്മേട്ടൻ അങ്ങനത്തെ ഒരു പോസിറ്റീവ് ഒരാണ്. ധർമ്മേട്ടനോട് ഒരു 5 മിനിറ്റ് ഇരുന്നാൽ നമുക്ക് ഒരു അവിടെ ധർമ്മേട്ടൻ എനിക്ക് പോയിട്ട് ഒരു 10 മിനിറ്റ് ഒന്നിച്ചിരിക്കാനുള്ള സാധനം ഉണ്ടാവും. അതെ ശരി. അതാണ് ധർമ്മേട്ടൻ. ധർമ്മൻ ചേട്ടൻ ഇതുപോലെ ആളെ ഓർമ്മയുണ്ട് കേട്ടാ. ഞാൻ പണ്ട് നേരത്തെ കണ്ടതാ, പക്ഷെ അത് കഴിഞ്ഞിട്ട് പുള്ളിയെടുത്ത് എനിക്ക് സംസാരിക്കാൻ മടി, കാരണം എന്നെ ഓർമ്മ ഉണ്ടാവുമെന്ന് എനിക്ക് അറിയില്ലല്ലോ. അപ്പൊ ഞാൻ നിന്നപ്പോഴത്തേനും പുള്ളി എന്നെ ഇങ്ങനെ നോക്കി. അപ്പൊ ഞാനിങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ ചേട്ടാ എനിക്കറിയില്ല, എന്നെ ഓർമ്മ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇല്ല എനിക്ക് നല്ല ഓർമ്മയുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ നല്ലൊരു മനുഷ്യൻ. അപ്പൊ ആ ഒരു ഗ്യാങ്ങിൽ നിന്ന് എന്താ പറയാ, എല്ലാരും ഉണ്ടല്ലോ, ഹാരിയുണ്ട്, സെക്കൻഡ് കഴിഞ്ഞിട്ട് സൈചേട്ടന്റെ ഒരു പോക്കെന്ന് പറഞ്ഞാൽ ഗംഭീര പ്ലേയാണ്. ആ അത് കഴിഞ്ഞിട്ട് തേർഡിലേക്ക് തന്നെ ഒരു എത്ര സ്റ്റാർസ് ആണെന്നറിയോ. പിന്നെ ഇപ്പൊ ആട് 3ലേക്ക് വരും. അതെ ഒരുപാട് ഇനി എക്സ്ട്രാ ആളുകൾ വരുന്നുണ്ടോ? എന്നെ കൊലക്ക് കൊടുക്കാൻ ഞാനേ ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ചൂണ്ടാന്ന് നടന്നില്ല. ചേട്ടൻ വെൽ പ്രിപ്പയർഡ് ആണ് കേട്ടാ, ഒന്നും പറയുന്നില്ല. ഇത് ഞാൻ പറഞ്ഞിട്ട് വേണം എന്നെ അവൻ കട്ട് ചെയ്തളയാൻ. വേണ്ട ഞാനായിട്ട് ഞാൻ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ ചേട്ടാ ഇനിയിപ്പം ഒരുപാട് ക്യാരക്ടേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ചടപട സിനിമകൾ 2025 വരുന്നുണ്ട്. ചേട്ടന് ഞാൻ നേരത്തെ വെച്ചാണ്, എന്നാലും ഭയങ്കര എക്സ്പെക്ടേഷനോടുകൂടി ആളുകൾ ഭയങ്കരമായിട്ട് സ്വീകരിക്കും എന്നുള്ള ഉറപ്പുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ആയിരിക്കുമല്ലോ ചൂസ് ചെയ്യുന്നത്. ചേട്ടൻ അതിനകത്ത് ഫേവറേറ്റ് ആയിട്ട് തോന്നുന്നു വരുന്ന കഥാപാത്രങ്ങളെല്ലാം ഒന്നിനൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ ചേഞ്ചസ് ഉള്ള നല്ല രസമുള്ള സാധനങ്ങളാണ് എനിക്ക് തോന്നുന്നത്. പോലീസ് അത് നമ്മുടെ മനുവശങ്ങളിലെ നമ്മുടെ മനുവിന്റെ സീരീസിനകത്ത് അതിനകത്തൊരു പോലീസ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അത് നീ പറഞ്ഞല്ലേ രസമുള്ള പോലീസാണ്. ഇപ്പോൾ 2 ആൺകുട്ടികളാണ്. അപ്പൊ അവർക്ക് ഇഷ്ടപ്പെട്ട അച്ഛന്റെ ക്യാരക്ടർ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ അതിനകത്ത് ഏതാണ് അച്ഛൻ ചെയ്തു വെച്ച ക്യാരക്ടേഴ്സിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പറയാറുള്ള? ഇന്നേ വരെ എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടില്ല. അമ്മമാര് എനിക്ക് തോന്നുന്നു 2 പേർക്ക് ഒരുപോലെ ഇഷ്ടമുള്ള സിനിമ ആടാണ്. ആട് 2 പേർക്ക് ഒരുപോലെ ഇഷ്ടമാണ്. പിന്നെ മൂത്ത ദാവീദ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ 1-2 പടങ്ങൾ പറഞ്ഞേക്കാം. അച്ഛൻ ഇങ്ങനെ നെഗറ്റീവ് ഷെയ്ഡിൽ ചെയ്തു വെച്ചേക്കുന്ന കഥാപാത്രങ്ങൾ ഉണ്ടാവുമല്ലോ, അപ്പം എന്താണ് അതിനകത്ത് അത് ഇഷ്ടപ്പെടാറില്ല, കാണിക്കാറില്ല. ഇനിയിപ്പോ നെഗറ്റീവ് ആണെന്ന് അങ്ങനെയുള്ള പരിപാടികളിലേക്ക് കാണിക്കില്ല. പോസിറ്റീവും കോമഡിയും പരിപാടികളും മാത്രമേ. പടം ഇറങ്ങി കഴിയുമ്പോൾ ചോദിക്കും, അതാണ് ഏറ്റവും സഹിക്കാൻ പറ്റില്ലാത്തത്. അപ്പാ പോണോ? അയ്യോ അത് സഹിക്കാൻ പറ്റില്ല. ചോദിക്കൂലേ? പിള്ളേര് വളർന്നില്ലേ, വലിയ കുട്ടികളായി, അപ്പൊ അവർക്ക് കാര്യങ്ങൾ അറിയാലോ. പോണോ? വെറുതെ ഞാൻ പോയി നാണം കിടന്നോ എന്നുള്ള ചോദിക്കും. പക്ഷെ അപ്പൊ എനിക്കിപ്പോ ധൈര്യത്തോട് പറയാം. ഇപ്പൊ വൈഫ് എന്താണ്, എങ്ങനെയാണ് ഈ സിനിമ ഷൂട്ടിങ്ങും കാര്യങ്ങളും എല്ലാം മാനേജ് ചെയ്യാറുണ്ട്? ചേട്ടൻ എപ്പോഴും വേണം അങ്ങനെ നിർബന്ധമൊന്നുമില്ല? കുഴപ്പമില്ല, പുള്ളിക്കാരിക്ക് മക്കള് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മള് സിനിമ കാണും. എന്നെക്കാളും കൂടുതൽ സിനിമ കാണുന്ന ഒരാളാണ്. എല്ലാ ലാംഗ്വേജ് സിനിമസും കാണും. പക്ഷെ വലിയ കാര്യമായിട്ടുള്ള ഒരു ഇതില്ല, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ട്, ഈ ക്യാരക്ടർ നന്നായി. ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ക്യാരക്ടർ ഏതാ? അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടില്ല. ഇത് കണ്ടു ചേച്ചി സിനിമ കാണുമ്പോൾ എൻ്റെ അടുത്ത് പറയും, കുഴപ്പമില്ല, നന്നായിരുന്നു, അത്രയൊക്കെ ഉള്ളൂ. അത്രേ ഉണ്ടാവുള്ളൂ. അത് മതി. ഒരുപാട് അങ്ങനെ നമ്മള് കൂടുതൽ എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമില്ല. അത്ര ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തപ്പോ കുഞ്ഞു കാര്യം കിട്ടുമ്പോൾ സന്തോഷം കിട്ടില്ല. അപ്പൊ അതാണ് ഏറ്റവും നല്ലത്. ജീവിതത്തിൽ ഏറ്റവും എന്റെ പോളിസി അതാ. ഐ ഡോണ്ട് എക്സ്പെക്ട് എനിത്തിങ്. ചേട്ടനെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുമ്പോ ഉണ്ടല്ലോ, കാളിദാസിന്റെ ചെറിയൊരു കട്ടുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്നോട് കുറെ പേര് പറഞ്ഞിട്ടുണ്ടാ? മതി. അല്ലേട്ടാ, ശരിക്കും എനിക്ക് അടുത്തിരിക്കുമ്പോ എനിക്ക് കറക്റ്റ് ആയിട്ട് തോന്നണ്ട, നമ്മളിങ്ങനെ നോക്കുമ്പോ കാളിദാസിന്റെ ഒരു കട്ടുണ്ട് എന്നുള്ളത്. ഇല്ല, എൻ്റെ അപ്പൻ ബേബി മാനുവൽ. ഓക്കെ.